ഞങ്ങളുടെ കൊട്ടാരക്കര അമൃത ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു വലിയ ഹോസ്പിറ്റലുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ ഈ ആയുർവേദത്തിന് എന്ത് സംഭവിച്ചു, പണ്ട് ഞങ്ങളുടെ അച്ഛൻ ഒരു കൊട്ടൻ ചുക്കാതി കാച്ചിട്ട് അതൊരാൾക്ക് കൊടുത്ത 50 ml കൊണ്ടൊരു മുട്ടുവേദന മാറുമായിരുന്നു. ഇന്നൊരു പാട്ട കോരി ഒഴിച്ചാലും ശരി ഒരു രക്ഷയില്ല, അതങ്ങനെ ഇരിക്കും. അതെന്താ കാരണം എന്നാണ് തിരക്കി ഇറങ്ങിയത്. അത് ഒരെണ്ണത്തിൻ്റെ പുറയിലല്ല, ഒരു മരുന്നുകൾ ഇപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ കഴിച്ചാൽ ഒരു പ്രയോജനമില്ല, 5 പൈസയുടെയും പ്രയോജനമില്ലാതെ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് തിരക്കി ഇറങ്ങിയ ഒരു ഇറക്കത്തിലാണ് നമുക്ക് അവസാനം മനസ്സിലായത്, നമുക്കൊരു ആയുർവേദവും വേണ്ട, ഒരു അലോപ്പതിയും വേണ്ട, ഒരു ഹോമിയോയും വേണ്ട, ഒന്ന് ജീവിക്കാൻ എല്ലാവരും കൂടെ ഒന്ന് അനുവദിച്ചാൽ മാത്രം മതിയെന്ന് അന്നാ പഠിച്ചത്. ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല, സകലമാന പേരും കൂടെ കൂടിയിട്ട് ഓരോ ദിവസവും നമ്മളെ കബളിപ്പിച്ച് നമ്മളെ ഇപ്പോൾ ഒരു രോഗിയാക്കി മാറ്റിയിരിക്കുന്നു. ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ തന്നെ അവനെ രോഗിയാക്കി പിറപ്പിക്കുന്ന പുതിയ സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു കുട്ടി ജനിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന അയൺ ടാബ്ലറ്റ്സുകൾ, ഇതൊന്നും പണ്ടില്ലായിരുന്നല്ലോ. ആ അയൺ ടാബ്ലറ്റ്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഇത്രയും വലിയ ചതിക്കുഴിയിലാണ് നമ്മൾ ചെന്ന് ചേരും. ഞാൻ ഒരു ആയുർവേദത്തിനെയോ അലോപ്പതിയോ ഹോമിയോ ഒന്നിനെ എടുത്ത്, കാരണം ഇതിൻ്റെ ഒന്നിൻ്റെയും കൂട്ടത്തിൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിലേക്കാണ് എല്ലാവരും പോകുന്നത്. അയൺ ടാബ്ലറ്റ് കഴിക്കുന്നതിന് പകരം ഒരു പിടി മുരിങ്ങയില തോരൻ വെച്ച് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ മുരിങ്ങയില കറി വെച്ചോ കഴിച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു മുരിങ്ങക്ക മതി. ഒരു മുരിങ്ങക്ക ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് വേണ്ടുന്ന സകല അയണും കിട്ടിയിരിക്കും. അത് സീസൺ സമയത്ത് കഴിച്ചിരിക്കാമെങ്കിൽ ബാക്കിയുള്ള അയൺ നമ്മുടെ കരളിനകത്ത് ലിവറിനകത്ത് സൂക്ഷിച്ചും വെക്കും. ഈ അയൺ ടാബ്ലറ്റ് കഴിച്ചാൽ എന്തൊക്കെ ദൂഷ്യമുണ്ടെന്ന് അലോപ്പതി ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നുണ്ട്. മുരിങ്ങയില കഴിച്ചാൽ നമുക്ക് വയറ്റിൽ നിന്ന് നല്ലതുപോലെ പോവും, അല്ലേ, വയറൊഴിഞ്ഞു പോവും. അതിവിടെ അയൺ ടാബ്ലറ്റ് കഴിച്ചാൽ മലബന്ധം ഉണ്ടാവും, ഇല്ലേ. അയൺ ടാബ്ലറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിക്കുമ്പോൾ ആ കഴിച്ചതിന് മലബന്ധം ഉണ്ടാക്കുക മാത്രമല്ല, അത് കെമിക്കൽ ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു കാരണവശാലും അത് പിടിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. അത് പിടിച്ചാൽ പോട്ടെ, ആ അയൺ ടാബ്ലറ്റിൻ്റെ ദോഷവശങ്ങളെപ്പറ്റി ഡീറ്റെയിൽസുമായിട്ട് ആ ബുക്കിൽ നമ്മളെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അവർക്കുള്ള ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് അവർ ക്ലിയർ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കഴിച്ചാൽ എന്തൊക്കെ സൈഡ് എഫക്റ്റുകളുണ്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒറിജിനൽ അയൺ ടാബ്ലറ്റ് കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെപ്പറ്റി ഡീറ്റെയിൽസ്, കാരണം അവർ തരുന്നത് അയണിൻ്റെ ഫോസ്ഫേറ്റോ ക്ലോറൈഡുകളോ അങ്ങനെയുള്ള കെമിക്കലായിട്ടാണല്ലോ തരുന്നത്, ഇല്ലേ. പക്ഷേ ഇതൊന്നുമല്ല രസം. ഇപ്പോഴീ മാർക്കറ്റിൽ കിട്ടുന്ന ഏതെല്ലാം മാർക്കറ്റിൽ ഹോൾസെയിലായിട്ട് ശരിക്കും വിൽപ്പന നടക്കുന്ന ഗുളികളുണ്ടോ, മാർക്കറ്റിൽ ക്ലിച്ച് പിടിച്ച ഗുളികളുണ്ടോ, അതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ. ഒറിജിനൽ അയൺ ടാബ്ലറ്റ് കഴിച്ചാലാണ് ഈ കുഴപ്പം. അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയാലുള്ള ഗതി എന്താണ്? ആരെങ്കിലും ചിന്തിച്ചാ? ഇല്ലല്ലോ. ഇന്ന് നമ്മുടെ കോയമ്പത്തൂരും ബാംഗ്ലൂർ സിറ്റിയിലും രണ്ടിടത്ത് ക്യാൻസർ 10,000 രൂപയുടെ വരെ ഗുളികകൾ 400-500 രൂപയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ നോക്കിക്കോളൂ, അയൺ ടാബ്ലറ്റ് എങ്ങനെയാണ് ഒറിജിനൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഇരിക്കുന്നത് നോക്കിക്കോളൂ. ഇത് മെറിക്ക് കമ്പനിയുടെ അയൺ ടാബ്ലറ്റ്, മനസ്സിലായല്ലോ. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ ഇരിക്കുന്നത് നോക്കിക്കോളൂ. ഒറിജിനൽ ടാബ്ലറ്റിനകത്ത് അയൺ പിടിക്കില്ല, ഇതിനകത്ത് അയൺ പിടിക്കും. ഇത് മാഗ്നറ്റ് പിടിക്കും. ഇതിൻ്റെ കഥയാണ് പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കുഴപ്പം. അപ്പോൾ ഇതിൻ്റെ ഗതി എന്ത്? ഇത് നിങ്ങൾ കഴിച്ച് കൊച്ചുങ്ങൾക്ക് കൊടുത്താൽ ഇതാണ് നമ്മൾ കഴിച്ച് കുട്ടികൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ കുട്ടികളെ എന്താക്കാൻ പോവാണ്? വികലാംഗരാക്കുന്നതും നമ്മളെ നശിപ്പിക്കുന്നതും നമ്മുടെ കുട്ടി അടുത്ത തലമുറ എന്താവാൻ പോവാണ്? ഇതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വരുന്ന കുട്ടികളുടെ ഗതി എന്താണ്? എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് സകലതിൻ്റെയും മാർക്കറ്റ് അവൈലബിൾ ആണ്. ഇത് പിടിച്ചതാണ്. ഇതിൻ്റെ ഒരെണ്ണം ആരോഗ്യവകുപ്പ് ഡയറക്ടർ നമ്മുടെ ശ്രീമതി ടീച്ചർക്ക് വരെ അറിയാം ഈ കാര്യം.
അയച്ചു കൊടുത്തതാ ഞങ്ങൾ. ഒറ്റ പ്രാവശ്യം പത്രത്തിൽ വന്നു. അവർ പറഞ്ഞു ഇപ്പം ഞങ്ങളെല്ലാം പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തരുമോ, ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് അവർ പറയുന്നേ ഞങ്ങൾക്ക് ഇതിൻ്റെ പേറ്റൻറ്റും ഇതിൻ്റെ സർക്കാർ അപ്രൂവ്ഡ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ അപ്പുറമൊക്കെ നോക്കുന്ന ഡൽഹിയിൽ ഒരാളിന് ഡ്രഗ് കൺട്രോൾ അവിടെ ഇരിക്കുന്നത് അവരാണ് ഇതൊക്കെ നിർത്തേണ്ടത്, ഞങ്ങളല്ലാന്ന്. ആരെയാ നിർത്തുന്നത്? ഇതിനെപ്പറ്റി ആരെങ്കിലും ഇവിടെ സംസാരിക്കാനുണ്ടോ? ഇന്ന് നിങ്ങൾ മാർക്കറ്റ് പോയി നിങ്ങളിതെങ്ങനെ മനസ്സിലാക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന്? എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വിദ്യാഭ്യാസത്തിന് പറ്റൂലല്ലോ, ഒരു ഡോക്ടർക്ക് പറ്റൂലല്ലോ. ഈ ഡോക്ടർക്ക് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്നതേ അവർ കുറിക്കുള്ളൂ. അവർക്കുള്ള കമ്മീഷൻ നോക്കിയാണ് അവർ നമ്മളെ ഒതുക്കുന്നത്. നമ്മളെങ്ങോട്ട് പോകും? ആരോടി എന്ന് പരാതി പറയും? അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം, നമുക്ക് പഴയ ഒന്ന് തിരിച്ചു പോവാം. അപ്പോൾ കാര്യങ്ങളെല്ലാം നടക്കും. നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരുപാട് സ്വത്തുക്കളുണ്ട്. അതിനെ അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ഈ സ്ഥാനത്ത് മുരിങ്ങയില കറിക്കാനും മുരിങ്ങക്കോല് കൃഷി ചെയ്യാനും പഠിക്കേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. നമ്മുടെ കയ്യിൽ പറ്റുമല്ലോ? നടക്കില്ലേ? നടക്കും. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരുപാട് അറിവുകളുണ്ട്. അതിനകത്ത് നമ്മൾ മാത്രം നിന്നാൽ മതി. പാരമ്പര്യം എന്തുമാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ കൈ കൊണ്ടുവന്ന് ആയുർവേദവും കൊണ്ട് കൊടുത്തു. മനസ്സിലായോ? എന്താണ് ആയുർവേദം എന്ന് അറിഞ്ഞുകൂടാത്തവരുടെ കയ്യിൽ കൊണ്ടുവന്ന് ആയുർവേദം കൊണ്ട് കൊടുത്തു. പാരമ്പര്യ വൈദ്യനെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും വൈദ്യന്മാരാണറിയോ? ഇതിനകത്ത് ആരുമില്ല വൈദ്യനല്ലാത്തവർ. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും വൈദ്യരാണ്. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ എങ്ങനെ വൈദ്യന്മാരായെന്ന് നോക്കിക്കോണം. നമ്മൾ ഇരിക്കുന്ന എല്ലാവരും വൈദ്യന്മാരാണ്, ആരും വൈദ്യനല്ലാത്തവരില്ല. ഒരു പനിയോ ഒരു ജലദോഷമോ മൂക്കടപ്പോ ഉണ്ടാകുമ്പോൾ ഒരമ്മ തുളസിയിലയും ചുക്കും കുരുമുളകും ജീരകവും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് തരുന്ന ആ അമ്മയാണ് ആദ്യത്തെ വൈദ്യ. മനസ്സിലായോ? അവരാണ് യഥാർത്ഥ വൈദ്യ. അവർക്ക് ഇതാര് കൊടുത്തു? അവരുടെ അമ്മ കൊടുത്തു. അങ്ങനെ തലമുറയായിട്ട് കിട്ടിവരുന്ന കാര്യങ്ങളാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്ന്. രണ്ട്, ആ പാരമ്പര്യത്തിന് തന്നെ ഒരു ഭയങ്കര കഴിവുണ്ട്. നമ്മളുടെ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരു അണ്ടവും ഒരു ശുക്ലത്തിലെ ഒരു ബീജവും കൂടെ ചേരുന്നതിനാണ് ഒരു സൈഗോട്ട് എന്ന് പറയുന്നത്, അല്ലേ? അറിയാലോ സൈഗോട്ട്. ഒരു സൈഗോട്ട് എന്താണെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും. അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ കോടാനുകോടി ജന്മം എടുത്താൽ പോലും ഒരു സൈഗോട്ടിനെ പറ്റി പഠിക്കാൻ പറ്റാത്ത നമുക്ക് നമ്മുടെ ബോഡിയെപ്പറ്റി എന്ത് പഠിക്കാൻ പറ്റും? ഒരു സൈഗോട്ട് എന്താണെന്ന് പഠിക്കണമെങ്കിൽ കോടാനുകോടി ജന്മം എടുക്കണം. കാരണം ഒരു തുള്ളി ശുക്ലത്തിനകത്ത് 1,40,00,000 അണുക്കളുള്ളതിനകത്തുനിന്ന് ഒരണുവാണ് വേണ്ടുന്നത്. ഈ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും എങ്ങനെ ആവണം, എങ്ങനെ ഇരിക്കണം, ഏത് ഷേപ്പ് വരെ, ഈ ഇരിക്കുന്നതിൻ്റെ എല്ലാ ഷേപ്പ് വരെ അതാണ് തീരുമാനിച്ചത്. ആ ഒരണു നിങ്ങളെല്ലാവരും കണ്ടാൽ തിരിച്ചറിയണം. നിങ്ങളുടെ ഹൈറ്റ് ഇത്രയാവണം, കണ്ണിങ്ങനെ ഇരിക്കണം, മുടി ഇത്രയുണ്ടാവണം, നമ്മുടെ കയ്യും കാലും ആണും പെണ്ണും ആവുന്നത് എങ്ങനെയാണെന്ന് വരെ ആ ഒരണുവാണ് തീരുമാനിക്കുന്നത്, അല്ലേ? ഒരു അച്ഛന് കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ആ അച്ഛന് ഒരു പ്രമേഹമോ അല്ലെങ്കിൽ ഒരു സോറിയാസിസോ അല്ലെങ്കിൽ ഒരു ആസ്മയോ അല്ലെങ്കിൽ ഈവൻ ഒരു അസിഡിറ്റി പോലും ഉണ്ടെങ്കിൽ വേണ്ട, അവൻ്റെ കാണാമറയത്ത് ഒരു മറുകുണ്ടെങ്കിൽ ആ മറുകിനെ പോലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിവുള്ളതാണ് ആ അണു. ആ അണു എന്താണ്? അപ്പോൾ അവൻ്റെ പാരമ്പര്യമായിട്ട് അവൻ്റെ അച്ഛനിൽ കൂടി ഇങ്ങോട്ട് കടത്തിവിട്ടതായ നൈസർഗികമായ വാസനയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായോ പാരമ്പര്യം എന്താന്ന്? അല്ലേ? അവൻ്റെ മൊത്തം അറിവ് ആ അച്ഛൻ അതാണ്. ആ അച്ഛനിൽ കൂടി നമ്മുടെ കയ്യിൽ കിട്ടി, ആ അമ്മയിൽ കൂടി കിട്ടി. ഒരമ്മയ്ക്ക് MC സമയത്ത് പീരീഡ് സമയത്ത് വയറ്റ് വേദന ഉണ്ടായിരുന്നു എങ്കിൽ അവരുടെ മോക്ക് ഡെഫിനറ്റായിട്ട് വയറ്റ് വേദന ഉണ്ടായിരിക്കും. ഒരു സംശയവും വേണ്ട. എവിടെ നിന്നുണ്ടായി? അവളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കിട്ടിയതായ ആ നൈസർഗികമായി കിട്ടിയിരിക്കുന്ന പാരമ്പര്യത്തിൻ്റെ ഇരട്ടിയാണ് ഇങ്ങോട്ട് മാറിയത്. അതിന് ഒരണ്ണാം കുഞ്ഞിന് മരം കയറാൻ ആരെങ്കിലും പഠിപ്പിക്കണം? അത് ഓടാൻ നേരത്തെ നെട്ടത്ത് കയറിയ ചാടി കയറി ഓടി അവനങ്ങ് പോവും. അതിപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ എടുത്ത് ട്രെയിനിങ് കൊടുത്താൽ അവനും കയറും മരത്തേൽ. കയറൂലേ? പക്ഷേ കയറുന്നതിനൊരു പരിധിയുണ്ട്. ഇത്രേ കയറുള്ളൂ. അപ്പോൾ പാരമ്പര്യ വൈദ്യൻ്റെ മക്കളെ വേണം ആയുർവേദം പഠിപ്പിക്കാൻ. ഒരു ആറ്റം മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ആ അണു. ആ അണുവിൽ കൂടിയാണ് ഈ പ്രപഞ്ച സൃഷ്ടി മൊത്തവും നടക്കുന്നത്. എന്താണ്
പാരമ്പര്യമൊന്നും എന്താണ് നമ്മുടെ കഴിവെന്നും അതിൽ കൂടി നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. സകല അച്ഛൻ, ഒരു മദ്യപാനിയായ ഒരു അച്ഛന് ആ മദ്യം കഴിച്ചുകൊണ്ടാണ് ഒരു കുട്ടി ജനിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടി തെമ്മാടിയായി പോയിരിക്കും, നിർബന്ധം, ഒരു സംശയവും വേണ്ട. കാരണം അവൻ്റെ അതേ ലഹരിയാണ് ഈ അണുവിൽ കൂടി ഇങ്ങോട്ട് പകർന്നു കൊടുത്തത്. നമ്മൾ ആ പാരമ്പര്യം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതായ ആ കഴിവ്, ആ പാരമ്പര്യത്തിൽ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവുകളെല്ലാം നമ്മൾ അതിനെ മുതലെടുക്കാനായിട്ട് നമ്മൾ ആരുടെയും അടുത്ത്, ഒരു ഡോക്ടറെ അടുത്തും പോകേണ്ട കാര്യമില്ല, ആരുടെ അടുത്തും പോകേണ്ട കാര്യമില്ല. നമ്മൾ ഒരു കാര്യമേ മനസ്സിലാക്കേണ്ടുള്ളൂ. ആയുർവേദത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം പറ്റിയത് എന്താണെന്നറിയോ? അതുകൂടെ പറഞ്ഞുതരാം. ഇത് പഠിക്കാത്ത ഒരു MBBS എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ അവർ പോയിട്ട് അത് കിട്ടാതെ വരുമ്പോൾ കുഴൽ മേടിക്കാൻ ആയുർവേദത്തിലേക്കാണ് പോകുന്നത്. അല്ല, മനസ്സിലായോ? അല്ലാതെ അവന് വാസന കൊണ്ടോ അല്ലോ ഇതുകൊണ്ടോ ഒന്നും അല്ല പോന്നേ. അവനൊരു ഡോക്ടറാവണം, അവൻ്റെ പേരിൻ്റെ പുറകിൽ ഒരു ഡോക്ടർ എന്നൊരു വേർഡ് കിട്ടണം, അതിനു വേണ്ടി പോയിട്ട് പഠിക്കുന്നു. ആ പഠിച്ചിട്ട് വരുന്നവനൊരു കുറുന്തോട്ടി കണ്ടാൽ പോലും തിരിച്ചറിയാത്തവൻ്റെ കൈ കൊണ്ടുവന്ന് ആയുർവേദം കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഇപ്പോഴെന്തി പറ്റി? ഇപ്പം ഈ പാരമ്പര്യ വൈദ്യന് കേരള ഗവൺമെൻറ് ഇപ്പോൾ അംഗീകാരം കൊടുത്തു. പറഞ്ഞോ? കേരള ഗവൺമെൻറ് ഇപ്പം പാരമ്പര്യ വൈദ്യന് ഇപ്പോൾ സർക്കാർ അംഗീകാരം കൊടുത്തപ്പോൾ ഇപ്പോൾ ഡോക്ടർമാർ സമരിക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ സമരം ചെയ്യാൻ പോവുകയാണ്. 1-ാം തീയതി മുതൽ സമരമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അവർ സമരം ചെയ്യുന്നത് ആരോടാണെന്നറിയോ? അവർ 10, 12, 14 ലക്ഷം രൂപ മുടക്കിയിട്ട് ആയുർവേദം പഠിച്ചിട്ട് അവർ വെളിയിൽ വന്നപ്പോൾ അവർക്ക് ഒന്നും പഠിക്കാത്ത ഞങ്ങൾക്ക് ഇത് ചികിത്സിക്കാനുള്ള കഴിവ് കിട്ടിയത് ഞങ്ങളുടെ കുറ്റമാണ്. നീ ചികിത്സിച്ച് പഠിച്ചിട്ട് വാ, ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് വാ, ഒരു രോഗം കാണിച്ചിട്ട് നീ പറ പറ്റുമെന്ന്. ശരി, ഞങ്ങൾ സമ്മതിക്കാം. ഒരു രോഗം പോലും മാറ്റാൻ കഴിവില്ലാത്ത ഇവരെ കയ്യിൽ കൊണ്ടുവന്ന് ആയുർവേദം കൊടുത്തു കഴിഞ്ഞു. ഒരു മാനിൻ്റെ പുറകെ ഓടിയാൽ പോലും ജയിലിൽ പിടിച്ചിരുന്ന കാലത്ത് 1000 മാനിൻ്റെ പുറകെ പോകുമ്പോഴാണ് ഒരു മാനിനകത്ത് കസ്തൂരി ഇരിക്കുന്നത്. അല്ലേ? ശരിയല്ലേ? 1 ഗ്രാം കസ്തൂരിക്ക് 1 ലക്ഷം രൂപ വിലയുണ്ട്. ഇപ്പോൾ ഇവിടെ ടെണ്ണ് കണക്കിന് ആയുർവേദത്തിനകത്ത് കസ്തൂരാദി ഗുളിക വിറ്റുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നായത്? ഇതെഴുതി കൊടുക്കുന്നവൻ ഡോക്ടർ, ഇതുണ്ടാക്കാതിരിക്കുന്ന കസ്തൂരാദി ഗുളിക ഉണ്ടാക്കാതിരിക്കുന്ന വൈദ്യന് ലൈസൻസ് ഇല്ല. മനസ്സിലായോ? അവനുണ്ടാക്കാൻ പറ്റില്ല. കാരണം അവനിതുണ്ടെങ്കിലേ ഉണ്ടാക്കുള്ളൂ. 31 ലിറ്റർ ദശമൂലാരിഷ്ടം ഉണ്ടാക്കണമെങ്കിൽ 3 ഗ്രാം 750 മില്ലിഗ്രാം അതിനകത്ത് കസ്തൂരിയും ചേരണം. അപ്പം ഇന്ത്യ മഹാരാജ്യത്ത് കസ്തൂരി എന്തുവാ ദശമൂലാരിഷ്ടം ഉണ്ടാക്കാൻ പറ്റൂല. ബാക്കിയുള്ളതെല്ലാം കൂടെ ഉണ്ടാക്കിയാൽ പോലും 500 രൂപ കൊടുത്താൽ പോലും ഒരു ലിറ്റർ കിട്ടൂല. 500 രൂപ ഉണ്ടാക്കും. നിങ്ങളതിൻ്റെ യോഗം വായിച്ച് പഠിക്ക്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ലിറ്റർ ഐസ് ദശമൂലാരിഷ്ടം ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ ചിലവുണ്ടെന്ന്. പറ്റിയില്ല. അത് ഇപ്പം നമ്മൾ ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ആയുർവേദത്തിൻ്റെ കടയിരിക്കുന്നത്. അവിടെ നമ്മൾ ഒരു പൈൻറ്റ് മേടിക്കുന്നു, ഇവിടെ നിന്ന് ഒരു പൈൻറ്റ് മേടിക്കുന്നു. രണ്ടും കൂടെ മിക്സ് ചെയ്ത് അടിക്കാനാണ് ഇപ്പം അരിഷ്ടങ്ങളും ആസവങ്ങളും. ഇതിനാണ് ലൈസൻസ് വേണ്ടുന്നത്. മനസ്സിലായോ? പണ്ട് ഗ്രേപ്പ് വാട്ടർ കൊടുക്കുമായിരുന്നു കുട്ടികൾക്ക്, ഓർമ്മയുണ്ടോ? കൊടുക്കുമ്പോൾ കുട്ടിക്ക് ചാരായമായിരുന്നു, നീ കൊടുക്കുന്ന ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. പിടിച്ചപ്പോഴാണ് പ്രശ്നമായത്. കൊച്ചുങ്ങൾക്ക് കൊടുത്തോണ്ടെങ്കിൽ ഓരോ സ്പൂൺ ചാരായമായിരുന്നു. കൊച്ചി ചാരായ അടിക്ക് പിറ്റാവും. പിറ്റേ കൊച്ചു കിടന്നുറങ്ങും. ഉറങ്ങുമ്പോൾ പിന്നെയും കരയുമ്പോൾ വീണ്ടും ഉണരുമ്പോൾ പിന്നെ ലഹരി പോകുമ്പോൾ കൊച്ചു പിന്നെയും കരയും, വീണ്ടും കൊടുക്കും. ഇത് പിടിച്ച്. അതേപോലെ ഇപ്പം പെണ്ണുങ്ങൾ പ്രസവിച്ച് കഴിയുമ്പോൾ അവർക്ക് ദശമൂലാഷ്ടവും ജീരകാഷ്ടവും കൂടെ കൊടുക്കാൻ 2 ചാരായമാണ്. അവർ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ഇതാണ് ആയുർവേദം. മനസ്സിലായ? ഈ ആയുർവേദത്തിനാണ് ലൈസൻസ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഇതുണ്ടാക്കുന്നവൻ്റെ കയ്യിൽ ഇപ്പോൾ ലൈസൻസ്, ഈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല. ആർക്ക്? ശരിയായ വൈദ്യനെ ഇവിടെ ആർക്കും വേണ്ട. അവൻ്റെ പേരിൻ്റെ അറ്റത്ത് ഇതില്ല, ABCDEF ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ഡോക്ടർ ആകത്തുള്ളൂ. വലിയ കാറ് വേണം, വലിയ ഓഫീസ് വേണം, കറങ്ങുന്ന കസേര ഉണ്ടെങ്കിലേ ഡോക്ടർ ആകത്തുള്ളൂ. അല്ല അവന് ചികിത്സിക്കാൻ അറിയാമെന്നോ അവൻ എന്താ അറിയാമെന്നോ അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഇവിടെ 100 കണക്കിന് വൈദ്യന്മാർ ഓരോന്നിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ കിടപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞ 100 എണ്ണത്തിന് പറഞ്ഞാൽ ഞാൻ കാണിത്തരാം. ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ഇടിക്കുള വൈദ്യൻ വൈദ്യനുണ്ട്. ഏത് കണ്ണിൻ്റെ രോഗം കൊണ്ട് ചെല്ല് 100 150 രൂപ കൊടുത്താൽ മതി. അയാൾ കണ്ണിൻ്റെ കണ്ണാടി മാറ്റി വെച്ച് വിട്ടുവിടും. ഇടിക്കുള വൈദ്യൻ 95 വയസ്സുണ്ട്. അയാൾ പറഞ്ഞു ഇനി ഞാൻ ചാത്ത് കഴിഞ്ഞാൽ ഈ പുസ്തകം മൊത്തം ഞാൻ ചുട്ടുകളയെന്ന് പറഞ്ഞിരിക്കുക. അയാൾ അത്രയ്ക്ക് ദേഷ്യം അയാൾക്ക്. കാരണം അയാൾ ആരും അംഗീകരിക്കുന്നില്ല. പക്ഷേ 10ഉം 15 ഡോക്ടർമാർ വരെയാണ് അയാളെ കീഴിൽ ചെന്ന് നിൽക്കുന്നത്. അതാണ് നിങ്ങൾ കാണേണ്ടുന്നത് പോയിട്ട്. എന്നിട്ട് അവർ നമുക്ക് കണ്ണാടി എഴുതി തരും. ആര്? തമാശയല്ല. നിങ്ങൾ ഞായറാഴ്ച എൻ്റെ വീട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം എത്ര പേര് വന്നിരിക്കുന്നെന്ന്. നിങ്ങൾ വേറെ എങ്ങും പോണ്ട. സത്യം എവിടെയാ?
യഥാർത്ഥ വൈദ്യനെ ആർക്കും വേണ്ട. അവന് കളക്കാൻ അറിഞ്ഞൂടാ, മോട്ടിക്കാൻ അറിഞ്ഞൂടാ. ഒരു വൈദ്യൻ നന്നായ ചരിത്രം ഉണ്ടാ? ഏതെങ്കിലും ഒരു വൈദ്യം ബംഗ്ലാവ് വെച്ച് അവൻ താഴോട്ട് പോകുന്നതല്ല, മേലോട്ട് പോയിട്ടുള്ള ഒറ്റ വൈദ്യരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടാ? അവന് കക്കാൻ അറിഞ്ഞൂടാ. കക്കാൻ അറിയുന്നവരെ കൊണ്ടു കൊടുത്തു. അതാണ് എൻ്റെ തരിയായ രൂപം. അതിന് വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പങ്കജകസ്തൂരി അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പങ്കജകസ്തൂരി. ഇത് 2 കൊല്ലം പൂട്ടിയിട്ടായിരുന്നു. ഇതിനകത്ത് ഡ്രഗ്സ് ഈ പിന്നെ സ്റ്റിറോയിഡാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് ആ ചേർത്ത ഡോക്ടർ തന്നെ കേസ് കൊടുത്ത് പിരിച്ചു വിട്ടപ്പോൾ 2 കൊല്ലം പൂട്ടിയിട്ടായിരുന്നു. പിന്നെ അത് തുറന്നു. പക്ഷെ ആ തുറന്നപ്പോൾ നിങ്ങൾ ഏത് വ്യവസ്ഥയിലാണ് കാശ് മേടിക്കുന്നത് നോക്കണം. പങ്കജകസ്തൂരിയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ? കണ്ടല്ലോ. ആരാ ടി വിയിൽ ആരാ പരസ്യം ചെയ്യുന്നതെന്നറിയോ? മോഹൻലാലാണ് നമ്മുടെ ശ്വാസകോശത്തിന് ഗ്യാരണ്ടി തരുന്നത്. മനസ്സിലായി? ബ്രീത്ത് ഈസി ഞാൻ ഗ്യാരണ്ടി. ആര്? മോഹൻലാൽ. ഇപ്പൊ പുതിയ ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാലാണ്. എന്നാൽ അയാളുടെ ഈ പങ്കജകസ്തൂരിയുടെ മുതലാളി ഡോക്ടറാണ്. നിങ്ങൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഏറ്റവും ഒരു മിനിറ്റ് നിങ്ങൾ പങ്കജകസ്തൂരിയുടെ മുതലാളി ഡോക്ടറാണ് ഹരീന്ദ്രൻ നായർ. ആ പുള്ളി എല്ലാ ഞായറാഴ്ചയും കൈരളി ടി വിക്കകത്ത് രാവിലെ വരുന്നുണ്ട് ജീവനം പ്രോഗ്രാമിനകത്ത്. എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടന്ന് ആഹാരം, എങ്ങനെ നടന്ന് വേണം ആയുർവേദം കഴിക്കാൻ, എങ്ങനെ ചരിഞ്ഞിരുന്ന് വേണം ആഹാരം കഴിക്കാൻ എന്നൊക്കെ പറയുന്ന ആള്. മനസ്സിലായോ? എങ്ങനെ നിന്ന് കഴിക്കണം, എങ്ങനെ ഇരുന്ന് കഴിക്കണം നമ്മളെ പഠിപ്പിക്കുന്ന ആ ഹരീന്ദ്രൻ നായർ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ബ്രീത്ത് ഈസി ഞാൻ ഗ്യാരണ്ടി എന്ന്. അയാൾ ഡോക്ടറാ. അത് പറയാൻ മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് വന്നു. മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് വന്നാലേ നമ്മൾ കഴിക്കത്തുള്ളത് നമ്മൾ തീരുമാനം. അവർക്കറിയാം. അയാൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല. നിങ്ങൾ ആര് പറഞ്ഞാലേ കേൾക്കുള്ളൂ? അവർ പറഞ്ഞാലേ നിങ്ങൾ കേൾക്കുള്ളൂ. ഇത് മാറ്റണം നിങ്ങളുടെ മനസ്സിൽ നിന്ന്. ആദ്യം പോയിട്ടുന്ന മനസ്സിൽ നിന്നാണ്. വേണ്ട, നമ്മുടെ പരസ്യത്തിൻ്റെ എങ്ങനെ വരുന്നതെന്ന് നോക്കണം. ഒരു തമാശ കാണിച്ചു തരാം. ഈ സ്വർണ്ണമൊക്കെ പരസ്യം വിൽക്കുന്ന ആരാണ്? പരസ്യം വരുന്ന ആരാണ്? സ്വർണ്ണത്തിൻ്റെയൊക്കെ പരസ്യം കാണിക്കാൻ വരുന്ന ആരാണ്? മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ ജയറാം, നമ്മുടെ ടോപ്പ് നടി ഉർവശി, ഹേമമാലിനി ഇവരൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്? സ്വർണത്തിൻ്റെ പരസ്യം. കാര്യം എന്താണ്? ഒരു മാർക്കറ്റിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരു കാരണവരുടെ സ്ഥാനത്താണ് നിങ്ങൾ അവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മനസ്സിൽ. അതുകൊണ്ടാണ് അവരെ കൊണ്ടുവന്ന് ഈ കാണിക്കുന്നത്. എന്നാൽ ലോട്ടറി ടിക്കറ്റിൻ്റെ പരസ്യം വരുമ്പോൾ ആരെ കൊണ്ടുവരുന്നത് അറിയോ? ജഗതി, ഇന്ദ്രൻസ്, ഉണ്ടപ്പ ക്രൂസ്, ഇവരൊക്കെ. എന്ത് ചിരിച്ച്? ശരിയല്ലേ? സത്യമല്ലോ. അതിൻ്റെ കാരണം ഉണ്ടതിന്. ഈ നിങ്ങൾ നോക്കണം, ഈ ലോട്ടറി എടുക്കുന്നതല്ല ഇവരുടെ സ്റ്റാൻഡേർഡിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവരുടെ സ്റ്റാൻഡേർഡിലും ആ തറയിൽ ലെവലിൽ പോകുന്ന ആൾക്കാരാണ്. ഈ ലോട്ടറി ടിക്കറ്റിനെ പുറകെ പോകുന്ന മമ്മൂട്ടിയുടെ ലെവലിലുള്ള ആൾക്കാരും ലോട്ടറി ടിക്കറ്റിനെ പുറകെ പോകില്ല. അപ്പോൾ അവരെ സൗകര്യമുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുവരാതെ നിൽക്കണം. അതിൻ്റെ അവരെ കൊണ്ടുവന്നു. എന്നാൽ ഇൻഷുറൻസിൻ്റെയൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടോ? അത് കൊച്ചു പിള്ളേരെ അപ്പൂപ്പന്മാരെയാണ് കാണിക്കുന്നത്. കാരണം ഈ കൊച്ചുകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് നാളെ നീ അപ്പൂപ്പനാവുമ്പോൾ കണ്ടോ നിന്റെ സമ്പാദ്യം എങ്ങനെ വേണമെന്നുള്ളത്. ഈ പരസ്യം വെറുതെ ഒന്നുമല്ല. അതിന് നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഏറ്റവും വലിയ തമാശ, ഞാൻ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്താ കാര്യം എന്ന്. പെട്രോൾ പമ്പിനകത്ത് ധോണി 6 അടിക്കുന്നതിൻ്റെ രഹസ്യം ഈ എഞ്ചിൻ ഓയിലാണ്. കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? പക്ഷെ നമ്മൾ എങ്ങനെങ്കിലും പൊരുത്തപ്പെടുന്നുണ്ടോ? അത് ഉണ്ടോ? അത് എങ്ങനെങ്കിലും പൊരുത്തപ്പെടുന്നുണ്ടോ? ഉണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത രഹസ്യം എവിടെയുണ്ട്. ധോണിയും ഗാംഗുലിയും തെണ്ടുൽക്കറും ഒക്കെ 6 അല്ല അതില്ല. അല്ല ഇവര് ഈ ഗാംഗുലിയൊക്കെ ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എവിടെ? പെട്രോൾ പമ്പിന്റെ ഇല്ല കാണിച്ചിട്ടില്ലേ? ഈ ഗാംഗുലിയും ഈ 6 അടിക്കുന്നതും ഈ പെട്രോളും ഈ എഞ്ചിൻ ഓയിലുമായിട്ട് എന്താ ബന്ധം? ഒന്നുമില്ല. അല്ല, വണ്ടി ഓടിക്കുന്നതിന്റെ ഹരമെല്ലാം ചെറുപ്പക്കാർക്കാണ്. കണ്ടാ? ആ പോയപ്പോക്കെ കണ്ട? വണ്ടി മേടിക്കുന്നതും വണ്ടി ഓടിക്കുന്നതിന്റെ ഹരം ആർക്കാണ്? ചെറുപ്പക്കാർക്കാണ്. അപ്പൊ ചെറുപ്പക്കാരുടെ ഹരം ആരാണ്? കണ്ടാ? അവര് പോയ പോക്കുണ്ടോ? അപ്പൊ അവൻ ഇഷ്ടപ്പെടുന്ന പെട്രോൾ പമ്പിലേക്ക് നിങ്ങൾ കയറിക്കോളും. ചെറുപ്പക്കാരല്ലേ കൂടുതൽ ഈ 6-ലും 6-ലും പോകുന്നത് അല്ലേ? ഈ ടി വിയുടെ മുമ്പിൽ ഇരുന്നുണ്ട് കൂടുതലും പോകുന്ന ആരാണ്? ചെറുപ്പക്കാർ ഇല്ലേ? അത് കഴിഞ്ഞ് ഈ 2 പിള്ളേർ ഐസ്ക്രീം തിന്നിച്ച് പോകുന്നുണ്ടാ? ഒരുത്തിൻ്റെ ഐസ്ക്രീം ഉടുപ്പേ വീഴുന്നു. അപ്പോൾ അവൻ ഉടുപ്പേ വീഴുമ്പോൾ അവൻ മറ്റവനോട് പറയുന്നു പെപ്സി. നിൽക്കുക അതിൻ്റെ രഹസ്യം കണ്ടോളൂ നിങ്ങൾ. എല്ലാവർക്കും അറിയാതെ കണ്ട
ഇതൊക്കെ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നേ. അപ്പോൾ അവൻ പറയുന്നു ഞാൻ എൻ്റെ അമ്മയോട് പറയത്തില്ല അല്ലേ, എന്താ പറയാത്തത്? അവൻ മറ്റോ അല്ല, ആ പെപ്സുഡന്റ് ഇട്ട് പല്ല് തേക്കുന്ന കുട്ടി കള്ളം പറയില്ല. ആ അല്ലല്ല, അല്ല പെപ്സുഡന്റ് ഇട്ട് പല്ല് തേക്കുന്ന. അപ്പൊ മറ്റവൻ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ, നീ അപ്പൊ പെപ്സുഡന്റ് ഇട്ട് അല്ല പല്ല് തേക്കുന്നല്ലേ? അവൻ അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പം നീ പറയല്ല എന്ന് പറഞ്ഞപ്പോൾ കള്ളം പറഞ്ഞു. ഉടുപ്പ് ഐസ്ക്രീം തിന്നാണ് ഉടുപ്പേ വീണേന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറയല്ലെന്ന് പറഞ്ഞപ്പോൾ മറ്റവൻ ചോദിക്കുന്നത് അപ്പൊ നീ പെപ്സുഡന്റ് ഇട്ട് അല്ല പല്ല് തേക്കുന്നേ. മനസ്സിലായ? പെപ്സുഡന്റ് ഇട്ട് പല്ല് തേക്കുന്നവൻ കള്ളം പറയൂല. അപ്പൊ ഈ അമ്മ ഒരു മാധ്യമപ്രിയയിൽ പോയി കഴിഞ്ഞാലോ അല്ലെ എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വേറൊരു ടൂത്ത് പേസ്റ്റ് മേടിക്കാൻ പറ്റൂല. മേടിച്ചു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന സ്ത്രീകൾ മനസ്സിലാക്കും, ആളുകൾ മനസ്സിലാക്കും അവൻ്റെ കൊച്ചു കള്ളം പറയുന്നയാ. മനസ്സിലായ? കണ്ടോ ടെക്നോളജി, പരസ്യത്തിൻ്റെ ടെക്നോളജി മനസ്സിലായോ? നിങ്ങൾ ധരിക്കരുത് ഈ ഒരു കുപ്പിയുടെ ഷേപ്പ് വരെ തീരുമാനിക്കുന്ന പരസ്യക്കാരനാണ്. ഇതെങ്ങനെ ഈ ബോർഡിനകത്ത് ഇരിക്കുന്ന സാധനമല്ല ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കണ്ണിനെ എങ്ങനെ അഞ്ചിപ്പിക്കാൻ പറ്റും, നിങ്ങൾ എങ്ങനെ ഇതിനെ ആകർഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്തിരിക്കുന്ന സാധനമായിട്ട് യാതൊരു ബന്ധമൊന്നും വേണ്ട. അതൊക്കെ ബിസ്ക്കറ്റിൻ്റെയും ഐസ്ക്രീമിൻ്റെയും കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ഇതിങ്ങനെ പിടിക്കുന്നതെന്ന്. ഇതിൻ്റെ എല്ലാം പരസ്യം നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ഈ പരസ്യം നിങ്ങൾ എന്തിനാ കാണുന്നതെന്നറിയോ? അവിടെയാണ് ഏറ്റവും വലിയ തമാശ. നിങ്ങൾ ഈ സീരിയലും കരങ്ങലും മോങ്ങലും പിക്ചറൊക്കെ കാണുന്നില്ലേ, ഈ